ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് തേനെടുത്താലോ? ഇന്ന് കുറച്ച് മഴ കുറവുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഉണങ്ങാൻ തുണിയൊക്കെ പുറത്തിടാൻ പോയപ്പോഴാണ് എൻ്റെ ഡാഡിക്കൂള് ഈ സാധനം കണ്ടുപിടിച്ചത്. നമ്മുടെ മുറ്റത്ത് കിടന്നൊരു പൈപ്പിൻ്റെ ഉള്ളിലായിരുന്നു ഇതുണ്ടായിരുന്നതേ. ശരിക്കും ഈ തേനീച്ചകൾ കൂടുണ്ടാക്കുന്നത് ഇതുപോലെ കുറച്ച് അടഞ്ഞ ഭാഗങ്ങളിലൊക്കെ, ചെറിയ ചെറിയ പൊത്തുകളിലൊക്കെയാണ്. ഇവർ പ്രിപ്പയർ ചെയ്യുന്ന വാക്സ് വെച്ചിട്ട് ഒരു സൈഡ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇവർ ക്ലോസ് ചെയ്ത് അടച്ചാണ് വെക്കുന്നത്. ഇവർക്ക് കയറാനുള്ളൊരു സൈഡ് മാത്രമേ ഇവർ ഓപ്പൺ ആക്കി വെക്കാറുള്ളേ. ബാക്കിയുള്ള തേനീച്ചകളുടെ അത്രയ്ക്ക് കുത്തി നോവിക്കാനും ഉള്ള വിഷമൊന്നും ഇതിനില്ല. പക്ഷെ എന്നാലും ഇത് കടിക്കുകയും നമ്മൾ ഇതെടുക്കുവാണെങ്കിൽ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഈ തേനെടുക്കുന്ന പരിപാടിയൊക്കെ കാണുന്നത്. ഇത് തേനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഴുന്നത് കണ്ടിട്ട് കൊതി സഹിക്കാൻ വേണ്ടിയിട്ട് 1-2 തവണ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഇത് പിഴിയാനും അരിച്ചെടുക്കാനും ഒക്കെ ഞാനും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. പിഴിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് കഴിയുമ്പോൾ ഈ പിഴിഞ്ഞത് ഒരു പശ പോലെ നമ്മുടെ കയ്യിലങ്ങ് ഒട്ടും. അത് ഇളക്കിക്കളയാൻ വേണ്ടി ഞാൻ പെട്ട പാട്. കാണുന്ന പോലെ ഇത് അത്ര എളുപ്പമല്ല കേട്ടോ. ഇതിൽ വൈറ്റമിൻ ബിയും സിയും കെയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിന് ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കൂടുതലാണേ. നാച്ചുറൽ സാധനം ആയതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും തൊടാതെ ഇത് അരിച്ചൊക്കെ എടുത്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാവേ.